നമ്മൾ ട്രക്കിങ്ങിന് പോവുകയാണ്. സോ നമുക്ക് ട്രക്കിങ്ങിന് പോയിട്ട് വരാം. ആ ചേട്ടനാണ് നമ്മൾ ഗൈഡ് ചെയ്യുന്നത്. നിൽക്കൂട്ടെ. ആക്ച്വലി ട്രക്കിംഗ് ഞങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഞങ്ങളുടെ കൂട്ടത്തിൽ വന്നത് രവി എന്ന് പറയുന്നൊരു ചേട്ടനായിരുന്നു ഗൈഡ്. സൂപ്പർ ചേട്ടനായിരുന്നു. സൂപ്പർ ചേട്ടൻ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ഞങ്ങളെ സഹായിച്ചു അത് കയറാനായിട്ട്. ഇതിൻ്റെ ഇടയ്ക്ക് കയറിയ വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. കാരണം അത് ഭയങ്കര ഹെവി ആയിരുന്നു കയറാനായിട്ട്, ഭയങ്കര പാടായിരുന്നു. ഡാഡിയും മോളിൽ അവിടെ ഇരിക്കുന്നു. അവിടെ ഇരിക്കണമെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇനിയും കുറച്ചൊരു 300 മീറ്റർ കൂടെ കയറാനുണ്ട്. അതോടെ കഴിഞ്ഞ പിന്നെ ഞങ്ങളവിടെ എത്തി. ഇത് കണ്ടോ മല. കോട ഇറങ്ങിയിട്ട് ഒന്നും കാണാനും പറ്റുന്നില്ല. ഞാനോർത്ത് നിങ്ങൾ പോയിന്ന്. എമിലൂട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നോക്കിയ ഡാഡി മോളെ കാണാനേ ഇല്ല. നമ്മുടെ റൂമിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു മലയില്ലേ, ആ ഒരു വ്യൂ, ബാൽക്കണി ഓപ്പൺ ചെയ്യുമ്പോൾ ആ ഒരു മലയാട്ടോ ഞങ്ങൾ ഈ നടന്ന് കയറിക്കൊണ്ടിരിക്കുന്നത്. ഇതിവിടെ ശരിക്കും ഞങ്ങൾ സൺസെറ്റ് കാണാനാണ് കയറിയത്. ഇതൊരു 300 മീറ്റർ. ഇനി നടന്ന് നമ്മൾ അങ്ങേ ചെല്ലുമ്പോൾ ഇതേ വലിയൊരു പാറ. ഇവിടെ ഒന്നും നമുക്ക് കാണാൻ പറ്റില്ല. താഴെ ശരിക്കും പറഞ്ഞാൽ ഡാമാണ്. നമുക്ക് പക്ഷെ കാണാൻ പറ്റില്ല. കംപ്ലീറ്റ്ലി ആ ഒരു വെള്ളം പോലെ കാണുന്നതുകൊണ്ട് അവിടെ മഞ്ഞ് മൂടി മൊത്തത്തിലത് എന്താ പറയുക, വിസിബിളേ അല്ല. ആ രീതിയിലാണ് നിൽക്കുന്നത്. കോട ഇറങ്ങിയത് കാരണം സൺസെറ്റ് കാണാൻ വന്ന ഞങ്ങൾ അവിടെ മറഞ്ഞ് നിൽക്കുക കേട്ടോ. ഞങ്ങൾക്കൊന്നും കാണാനും പറ്റുന്നില്ല. പിന്നെ കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ കിടന്നു ഇരുന്നു ഒക്കെ ആ പാറയുടെ പുറത്ത് അങ്ങനെ റിലാക്സ് ചെയ്തു. എന്താ ഡാമിനെ നോക്കാത്ത? അതെന്താ, എന്തിനാ ഓർത്തിരിക്കുന്നതെന്ന് നമ്മൾ തൃശ്ശൂര് പോകും. തൃശ്ശൂര് പോകാം. വൈൽഡ് ആനിമൽസ് ചിലപ്പോ വരാൻ സാധ്യതയുണ്ടെന്നല്ലോ. അത് തമ്മല കയറാൻ വേണ്ടി ഞാൻ കള്ളത്തരം പറഞ്ഞത്. കള്ളത്തരം പറഞ്ഞാൽ ഇപ്പൊ നമ്മളിനി പൂളിച്ചാടണ്ടേ? ഇത് കണ്ടോ, ഇപ്പൊ നമ്മള് ഭയങ്കരമായിട്ടും വേർത്തു. എന്നിട്ട് നമ്മളിനി പൂളിച്ചാടണം. അപ്പൊ നമ്മള് ഓക്കെ 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 ചിരിക്കും ചിരിക്കും. ഉറപ്പിക്കൊച്ചാണോ? ഉറപ്പിമോളാണത്. സൺസെറ്റ് കാണാൻ വന്നിട്ട് നിരാശപ്പെട്ട് പോകേണ്ടി വന്നില്ല. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ അവിടെ കോടയൊക്കെ മാറി. സൂര്യൻ വിസിബിളായി. അവിടെ നമുക്ക് ഇനി നിൽക്കണമെങ്കിൽ നിൽക്കാമായിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞു കണ്ട് മതി, കാര്യം നമുക്ക് ഇറങ്ങാം. ചെറിയൊരു മഴച്ചാറ്റൽ പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പിള്ളേരുമായിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ശരിയാവത്തില്ല. മഴ പൊടിച്ചിലും എല്ലാം കൊണ്ടിട്ടുണ്ടെങ്കിൽ അപ്പം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇറങ്ങാൻ തുടങ്ങി, മഴ പൊടിയാൻ തുടങ്ങിയപ്പോൾ. പക്ഷെ എന്നാലും കുറച്ച് നേരം ഞങ്ങളവിടെ നിന്ന് ഈ ഒരു വ്യൂ കാണാൻ വേണ്ടിയാണ് കയറിയത്. ആ വ്യൂ കണ്ടു. ഞാൻ പറഞ്ഞു നമ്മൾ കയറിയത് വെറുതെ ആയില്ല. സൺസെറ്റ് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ ഡാഡിയും മോളും കൂടെ കിടന്ന് ഡാൻസ് കളിക്കും കേട്ടോ അവിടെ. അവർ ഇച്ചായനാട്ടോ അവളെ കയറ്റിയതും ഇറക്കിയതല്ല ഇച്ചായന. എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായിരുന്നു കയറുമ്പോഴും ഇറങ്ങുമ്പോഴൊക്കെ എല്ലാം. ഇത് കണ്ടില്ലേ, 2 പേരും 2 പിള്ളേരെ എടുത്ത് തലയിലങ്ങ് വെച്ചോണ്ട് പോവുക. യൂക്കുവിനെ പിന്നെ ഞങ്ങൾ ഒരു കണക്കിന് പറഞ്ഞ് നടക്കും മോനെ എന്നും പറഞ്ഞിട്ട് പാവം അവനും നടന്നാട്ടോ കയറിയതും ഇറങ്ങിയതും എല്ലാം. ഇച്ചായൻ അങ്ങെത്തി തത്തുവായിട്ട്. ഞാൻ പിന്നെ അവരുടെ കൂടെ പയ്യെ അങ്ങ് നടന്ന് ഇറങ്ങി. ഞാൻ സ്ലോയിലല്ലേ പോകത്തുള്ളൂ. അപ്പോൾ ഇച്ചായൻ അവളെയും കൊണ്ട് പോകുമ്പോൾ എൻ്റെ കൂടെ അത്രയും പയ്യെ നടന്ന് വരാൻ പറ്റത്തില്ല, ഇറക്കമല്ലേ. അപ്പം സ്പീഡിൽ ഓൾറെഡി സ്പീഡിലങ്ങ് പോകും ആൾ. ഞാൻ പിന്നെ പറഞ്ഞു നടന്നോ, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പയ്യെ അവരുടെ കൂടെ അങ്ങ് നടന്ന് ഇറങ്ങി. നമ്മുടെ റിസോർട്ടാട്ടോ കാണുന്നത്, പ്ലാനറ്റ് മൂന്നാർ. ഞാൻ പറഞ്ഞില്ലേ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള മലയാണ് ഞങ്ങളിപ്പോൾ ഈ കയറി ഇറങ്ങിയത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മളെ ഗൈഡ് ചെയ്ത ആളും നല്ലതായിരുന്നു. എന്താ പറയുക, സൂപ്പർ.
ട്രക്കിങ് കഴിഞ്ഞ് നേരെ റൂമിൽ വന്നു ഒരു കോഫി ഇട്ട് കുടിച്ചു. കാര്യം ക്യാമ്പ് ഫയർ 7:30ക്കാണ്. അപ്പോൾ ക്യാമ്പ് ഫയറിന് പോകാനുള്ള കോള് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങൾ അതിന് റെഡിയായി. ശേഷം ഞങ്ങൾ നേരെ ഡിന്നർ കഴിക്കാനാട്ടോ പോയത്. സൂപ്പർ ടേസ്റ്റി ആൻഡ് ക്വാളിറ്റി ഫുഡായിരുന്നു കേട്ടോ ഇവരുടേത്. ഫസ്റ്റ് കുട്ടികൾക്ക് കൊടുത്ത ശേഷം പിന്നെ ഒരു സൂപ്പ് എടുത്ത് കുടിച്ചു. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഇവരൊക്കെ എല്ലാം ഹോട്ടൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായത് കാരണം ഓരോ ഫുഡും എങ്ങനെ കഴിക്കണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം ഇവർക്ക് നല്ലോണം അറിയാം. അപ്പോൾ ഞാനിവരെ കളിയാക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. നിങ്ങളൊക്കെ സ്പൂണിൻ്റെ ആൾക്കാരാണ്, ഞങ്ങളൊക്കെ കൈയുടെ ആൾക്കാരാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്നാ ഫുഡൊക്കെ കഴിച്ചു. നല്ല ഹാപ്പി ആയിട്ട് കുറച്ച് നേരം അവിടെ നിന്നു. പിന്നെ ഞങ്ങൾ നേരെ റൂമിലോട്ട് പോയി. അപ്പോൾ ഇന്നേക്ക് ഇത്രയേ ഉള്ളൂ. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വിശേഷങ്ങളുമായി വരാം. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.